ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അങ്ങനെ ഇന്ന് ശനിയാഴ്ച, ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഓഫാണ്. ഹസ്ബൻഡ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. അപ്പോൾ എനിക്കും പിള്ളേർക്കും ഒക്കെ ഓഫാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിൽ, നല്ല ചൂടൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ രാവിലെ ചെറിയ കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫാണ്. അതിനകത്ത് എല്ലാം ഉൾപ്പെടുത്താം എന്ന് വിചാരിക്കുന്നില്ല, പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ മാക്സിമം പറ്റാവുന്നത്ര ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. താങ്ക് യു. അപ്പോൾ ഇതാണ് ഞാൻ രാവിലെ പിള്ളേർക്കുള്ള പാല് തിളപ്പിക്കുക കേട്ടോ. അപ്പം ഞങ്ങൾ ഇതിനകത്ത് കുറച്ച് പാല് നേരത്തെ തിളപ്പിച്ച് കോഫി ഉണ്ടാക്കി കുടിച്ചു കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് വേണ്ടിയുള്ള പാലാണ് രാവിലെ തിളപ്പിക്കുന്നത്. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ചപ്പാത്തിയൊക്കെ ഇരിപ്പുണ്ട്, ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പിള്ളേർക്ക് എന്നോട് ഇന്ന് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ ഹസ്ബൻഡ് നമ്മുടെ മലയാളി ഷോപ്പിൽ നിന്ന് കുമ്പിളപ്പം മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതാണ് കഴിക്കുന്നത്. എന്താണ്ട് പിള്ളേർക്ക് വലിയ താല്പര്യമുള്ള ഒരു സംഭവമാണ്, ഒരു സ്നാക്സ് പോലെ അല്ലേ. അപ്പം സ്റ്റീവിന് ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റീവ് നാടൻ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു ആളാണ് കേട്ടോ. പക്ഷേ സെറിന് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പുള്ളിക്കാരത്തേക്ക് കുറച്ച് ഐസ്ക്രീം കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെയാണ് താല്പര്യം. പിന്നെ പാലൊക്കെ കുടിക്കാൻ സെറിന് ഇഷ്ടമില്ല. പിന്നെ അവൾക്ക് കോഫി, പക്ഷേ സ്റ്റീവ് പാലൊക്കെ കുടിച്ചോളും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾക്ക് ഇതിനകത്തൂടെ കാണാൻ പറ്റും നമ്മുടെ സാം ആ ബോൾ തട്ടി കളിക്കുന്ന പരിപാടി കണ്ടോ. ഇത് കുറേ ദിവസമായിട്ട് തുടങ്ങിയൊരു പരിപാടിയാണ് കേട്ടോ. ബോള് കാല് വെച്ച് കേട്ടോ, പുള്ളി ഫുട്ബോൾ കളിക്കണം. നോക്ക്. അപ്പം ഞാനിപ്പം വാതിൽ തുറന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പുള്ളിക്കത് നമ്മുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ പുള്ളി പിന്നെ കളിക്കുകയില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഞാൻ നമ്മുടെ മുയലിനെ സാമിനെ ഞാൻ പുറത്തിറക്കി വിട്ടു. രണ്ടുപേരെ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ ഭയങ്കര കടിയും പിടുത്തമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഒരാളെ വിട്ടുള്ളൂ കേട്ടോ. അതാണ്ട് ഓടി വരുന്നു. ഞാനെന്തോ കൊടുക്കാൻ പോകാമെന്ന് വിചാരിച്ച്, തിന്നാൻ കൊടുക്കാൻ പോകാമെന്ന് വിചാരിച്ചാണ് പുള്ളി ഓടി വരുന്നത്. പിന്നെ ഇന്ന് നല്ല കാലാവസ്ഥയാണ്, കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ഇന്നലത്തെ അത്ര സ്ട്രോങ് ആയിട്ടുള്ള വെയിലൊന്നും ഇല്ല കേട്ടോ. ഇതാണ്ട് അവൻ ഓടി വരുന്നു കണ്ടോ. ഞാൻ വല്ലതും കൊടുക്കുമെന്ന് വിചാരിച്ച് പാവം ഓടി വരുവാണ്. പക്ഷെ ഞാൻ എപ്പോഴും ഈ പറഞ്ഞ പച്ചക്കറി, നമ്മുടെ സാലഡ് കാര്യങ്ങളൊക്കെ കൊടുക്കും കേട്ടോ. പിന്നെ ഇന്നത്തെ കാലാവസ്ഥ ഞാൻ പറഞ്ഞ പോലെ വെയിലുണ്ട്, എന്നാലും ഇടയ്ക്ക് പോയി വന്നും ഒന്നുള്ള വെയിലാണ്. പിന്നെ തണുപ്പും ഉണ്ട് കേട്ടോ, ചെറിയ രീതിയിൽ. എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇന്നലത്തെ അത്ര നല്ല സ്ട്രോങ് ആയിട്ടുള്ള വെയിലൊന്നുമില്ല. ഇതാണ് നമ്മുടെ സാംകുട്ടൻ ഉണ്ടോ. ഇനി നമ്മുടെ ഡെയ്സീനെ ഞാൻ കാണിക്കാവേ. ഡെയ്സിക്ക് നല്ല ചുമന്ന കണ്ണാണ് കേട്ടോ, ഭയങ്കര സുന്ദരിയാണ്. പക്ഷേ 1 വയസ്സുണ്ട് കേട്ടോ. ഇച്ചിരി ദേഷ്യക്കാരിയാണ് അവൾ. അതുകൊണ്ട് രണ്ടുപേരെ ഒന്നിച്ചിടാൻ പറ്റിയല്ല. രണ്ടുപേർക്കും 2 സെപ്പറേറ്റ് കേജാണ്. രണ്ടുപേരും ഭയങ്കര കടിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിച്ച് കണ്ടു കഴിഞ്ഞാൽ കടിയാണ്. അതുകൊണ്ട് രണ്ടുപേർക്കും 2-3 കേജ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഡെയ്സി ഇതാണ്. സാം നോക്കുവാണ് ഡെയ്സീനെ. ഡെയ്സി പതുങ്ങിയിരിക്കുക, മാറി. ഇതാണ്ട് രാവിലെ മലയാളി ഷോപ്പിൽ ചെന്നപ്പോഴത്തേക്കും അവിടുന്ന് കുറേ ഇങ്ങനത്തെ നമ്മുടെ എന്നാ പറയുക, മിക്സ്ചർ ക്യാൻഡി, മിക്സ്ചർ മുട്ട, ഇതൊക്കെ കഴിക്കുമ്പോഴത്തേക്കും പണ്ടത്തെ ചില ഓർമ്മകൾ അല്ലേ, ചെറുപ്പത്തിൻ്റെ ഓർമ്മകളൊക്കെയാണ് തിരിച്ചു വരുന്നത്. ഇതുണ്ടോ. ഇന്നിനിയിപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ചപ്പാത്തിയും പിന്നെ നമ്മുടെ എന്തെങ്കിലും നോൺ വെജ്, അതിൻ്റെ കൂടെ നമ്മുടെ പൊട്ടറ്റോ മെഴുക്കുപുരട്ടി പോലെ വെച്ചിട്ട് അത് ചപ്പാത്തിയോട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. പണ്ട് ഞങ്ങൾ ഡൽഹിയിലായിരുന്നപ്പം നമ്മുടെ ചപ്പാത്തി അവിടുത്തെ ഒരു കോമൺ അല്ലേ ഭക്ഷണമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ചപ്പാത്തി വിട്ടിട്ടുള്ള കളി നോർത്ത് ഇന്ത്യയിലില്ല. അപ്പോൾ ചപ്പാത്തിയും പിന്നെ ഈ നോൺ വെജും പിന്നെ ഈ പൊട്ടേറ്റോ, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചപ്പാത്തി വിത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങ്, അവിടെ അത് വിട്ടിട്ടുള്ള പരിപാടിയില്ല. അപ്പോൾ അത് അവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുണ്ടായിരുന്നു. പിന്നെ കൂടുതലും ഞങ്ങൾ അരിഭക്ഷണം തന്നെയായിരുന്നു അവിടെ ആയിരുന്നപ്പോഴും.
പിന്നെ ഇവിടെ വന്നപ്പോഴും അരിഭക്ഷണം തന്നെയാണ്. ഇപ്പം എന്താണ് വല്ലപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴത്തേക്കും പിള്ളേർ കഴിച്ചോളും. ചോറിനോട് സ്റ്റീവിന് താല്പര്യമുണ്ട്, പക്ഷേ സെറിന് താല്പര്യമില്ല. അപ്പോൾ ചപ്പാത്തി ആകുമ്പോഴത്തേക്കും സെറിനും സ്റ്റീവിനും താല്പര്യമുണ്ട്. അതുകൊണ്ട് അതുണ്ടാക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ ഇന്നലത്തെ ഒരു വീഡിയോ ഞാൻ കാണിച്ചായിരുന്നു. ഞങ്ങളൊരു മലയാള ഷോപ്പിൽ ചെന്നപ്പോഴത്തേക്കും പിസ്താഷ്യൂ ഇതുണ്ടോ, ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ആൽമണ്ടും എല്ലാം ആഡ് ചെയ്തിട്ടുള്ളതാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഇന്നലെ കാണിച്ച പോലെ മറ്റേ സംഭവം മേടിച്ചതിന് അത് നമ്മുടെ ശർക്കര പോലത്തെ ഡ്രൈ പേത്ത നമ്മുടെ ആഗ്ര സ്വീറ്റ്സ് അതുമെല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ കാണിച്ചെന്നുള്ളൂ. പിന്നെ ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഇരുന്നപ്പോൾ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഇത് ഇന്നലെ സ്റ്റീവിനെ കൊണ്ട് സ്കൂളിൽ ഓരോ പിള്ളേർ ഓരോരോ പരിപാടികൾ പഠിക്കുന്നുണ്ട് കേട്ടോ സ്കൂളിൽ. ഇത് ഇന്നലെ അവനെ കൊണ്ട് സ്റ്റിച്ചിങ് ചെയ്യിപ്പിച്ചാണ്. നല്ലതാണ്, നമുക്ക് പിള്ളേർക്ക് അറ്റൻഷൻ കോൺസെൻട്രേഷൻ കിട്ടാനും കാര്യങ്ങൾക്കൊക്കെ എല്ലാ പിള്ളേരും പഠിക്കുന്നുണ്ട്. ഇത് ജിഞ്ചർ ബ്രെഡ് മാനാണ്, നല്ല രസമുണ്ടല്ലോ തയ്ച്ചു വെച്ചിരിക്കുന്നത്. സ്റ്റീവ് ആദ്യമായിട്ട് ചെയ്തതാണ് കേട്ടോ അത്. അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ അടിച്ചു വരും കേട്ടോ. ഇതിപ്പം ക്യാമറ കൈ പിടിക്കുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ കൂടെ ചെയ്യാൻ, നമ്മൾ പണിയെടുക്കുന്നതിൻ്റെ കൂടെ നമുക്ക് ക്യാമറ പിടിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ എന്താണ്, ഇവിടെ എല്ലാം അടിച്ചു വാരി ഇനി തുടയ്ക്കണം, അതാണ് ഇന്നത്തെ പ്ലാന്. പിന്നെ ഈ ഒരു കാർപ്പറ്റിൻ്റെ മുകളിൽ ഈ 1-2 പേര് ചോദിച്ചു കാർപ്പറ്റിൻ്റെ മുകളിൽ എന്തിനാണ് ഇതിട്ടിരിക്കുന്നത്, ഈ മാറ്റ് പുൽപ്പ പോലത്തെ. അപ്പം അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലപ്പോഴും പിള്ളേരൊക്കെ ഇങ്ങനെ കഴിക്കുമ്പം അതിൻ്റെ ഫുഡോ കാര്യങ്ങളൊക്കെ താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കാർപ്പറ്റിൽ നിന്ന് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ടാട്ടോ. പിള്ളേർ മുറ്റത്ത് കളിയൊക്കെ തുടങ്ങി. എൻ്റെ അടുക്കളയിലെ കഞ്ഞിപ്പാത്രം കറിപ്പാത്രം എല്ലാം എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടേക്ക് ഞാൻ നന്നായിട്ട് അടിച്ചു വാരി നിന്ന് തുടയ്ക്കണം. നമ്മുടെ തുടയ്ക്കാൻ വേണ്ടി ഞാൻ മറ്റേ വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മിൻറ്റ് ഞാൻ വെള്ളത്തിൽ നിറച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതുണ്ട്, അതിന് വേരൊക്കെ പിടിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെയും നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഇങ്ങനെ എന്താണ് ഇങ്ങനെ വെള്ളത്തിൽ വേര് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് മുറ്റത്ത് നടുവാണെങ്കിൽ നമുക്ക് ഇത് വളരുമ്പം പശിക്കൊക്കെ തീറ്റയാക്കി കൊടുക്കാം കേട്ടോ. ഇത് പശു നന്നായിട്ട് കഴിക്കുന്നതാണിത്, ഈ മിൻറ്റ്. വേറെ അതിൻ്റെ തെനയല്ലാതെ തെനയോ അതല്ലാതെ പിന്നെ പക്ഷി കഴിക്കുന്ന ഒരു ഇലയാണ് ഈ പറഞ്ഞ മിൻറ്റ്, പുതിന. എന്താ ഇത് വെച്ചാണ് തുടയ്ക്കുക കേട്ടോ. ഇപ്പം എല്ലാ ദിവസമല്ല, ഓരോ ദിവസം ഇടവിട്ട് ഒക്കെ തുടയ്ക്കാറുണ്ട്. അതുകൊണ്ട് വലിയ ചെളിയൊന്നുമില്ല. പിന്നെ തുടച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല, അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും തുടയ്ക്കും കേട്ടോ. പിന്നെ തുടച്ചു കഴിഞ്ഞ് ഒരു ദിവസത്തേക്കുള്ള മെനയേ ഉള്ളൂ. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് വീണ്ടും ചെളിയൊക്കെ ആവും. പിന്നെ ഇനിയത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പം നമ്മുടെ ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് തോരനും, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോൺ വെജ് എന്തെങ്കിലും ഉണ്ടാക്കണം. ഇതാണ് ഇന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണം കേട്ടോ. പിന്നെ രാത്രിക്കത്തേക്കും ഈ ചപ്പാത്തി കൂടുതലുണ്ടാക്കും. പിന്നെ ഡ്രസ്സൊക്കെ അലക്കാനിട്ടിട്ടുണ്ട്, അതൊക്കെ അലക്കിയിട്ട് ഇനിയിപ്പം പുറത്ത് കൊണ്ട് ഇടണം. പിന്നെ സമ്മർ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ഉണങ്ങി കിട്ടിക്കോളും. പിന്നെ ഡ്രയറുണ്ട്, അതിപ്പോൾ ഉപയോഗിക്കാറില്ല. അങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. കാരണം ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നതും ഈ കറികൾ ഉണ്ടാക്കുന്നതൊക്കെ വീഡിയോ കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വീഡിയോയുടെ ലെന്ത് കൂടി പോകും. പിന്നെ ഒത്തിരി സമയം പോകും. അതൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാകും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ നാളെ അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്. എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.